GST ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ GST നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ചെറിയൊരു ചുരുക്കി പറയാം. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. GST എന്താണെന്ന് വെച്ചാൽ GST ഇവിടെ ഗവൺമെൻറ് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ആക്ച്വലി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഒരു ഡീലർ മറ്റൊരു ഡീലറിന് സെയിൽ ചെയ്യുന്ന സമയത്ത്, പ്രൊഡക്റ്റോ സർവീസോ സെയിൽ ചെയ്യുന്ന സമയത്ത് അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെൻ്റ് ഉണ്ട്. ഇൻട്രാസ്റ്റേറ്റ് മൂവ്മെൻറ്റ് അതായത് കേരളത്തിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന ട്രാൻസാക്ഷനാണിത്. കേരളത്തിൽ നിന്ന് കേരളത്തിലേക്ക്, പഞ്ചാബിൽ നിന്ന് പഞ്ചാബിലേക്ക് സാധനം വിൽക്കുന്നതിനാണ്. തമിഴ്നാട്ടിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക്. അങ്ങനെയാണെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ്, സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡീലിംഗ് നടക്കുന്നതെങ്കിൽ അതിന് ആ പ്രൊഡക്റ്റിൽ രണ്ട് ടാക്സ് കളക്ട് ചെയ്യും. CGST, SGST. ഇത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമാണ്. ഇത് സ്റ്റേറ്റ് ഗുഡ്സ് സർവീസ് ആൻഡ് ടാക്സ്. ഒരു ഉദാഹരണത്തിന് ഒരു 100 റുപ്പീസിൻ്റെ സാധനം സെയിൽ ചെയ്യാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിലുള്ള GST എന്ന് പറയുന്നത് 10% ആണെങ്കിൽ 5% CGSTയും 5% SGSTയുമാണ്. അതായത് 100 റുപ്പീസ് പ്ലസ് 5 റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും, 5 റുപ്പീസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പോകും. ടോട്ടൽ ഒരു കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങുന്നത് 110 റുപ്പീസ്, 110 രൂപയെ വാങ്ങും. അതിൽ 5 രൂപ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സുമാണ്, 5 രൂപ സ്റ്റേറ്റ് ഗവൺമെൻറ് ടാക്സുമാണ്. പിന്നെ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റർ സ്റ്റേറ്റ് മൂവ്മെൻ്റ് ആണ്. അത് ചാർജ് ചെയ്യുന്നത് IGST ആണ്. ഇവിടെ ഇപ്പോൾ 10% ആണെങ്കിൽ 10% ആണെങ്കിൽ ഈ ആദ്യം അതെന്ത് ചെയ്യും, അത് IGST, അതൊരു ഇവിടെ രണ്ട് ടൈപ്പ് ടാക്സ് കളക്ട് ചെയ്യുന്നെങ്കിൽ ഇവിടെ ഒരു IGST മാത്രമേ കളക്ട് ചെയ്യുള്ളൂ. അത് എന്നിട്ട് 10% ആണെങ്കിൽ ആ 10 റുപ്പീസ് സെൻട്രൽ ഗവൺമെൻറ്റിന് പോകും. എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും പിന്നീട് ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് IGST. അത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഞ്ചാബിൽ നിന്ന് കേരളത്തിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൽ നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്താണ് ഈ IGST ചാർജ് ചെയ്യുന്നത്. ഇവിടെ GST പറയുന്ന സമയത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതൊരു ഡീലറാണ് എന്ന് കരുതുക. ഡീലർ 1, ഇത് ഡീലർ 2. ഈ ഡീലർ 1 ഡീലർ 2ലേക്ക് സെയിൽ ചെയ്തു, അല്ലെങ്കിൽ കസ്റ്റമറിനേക്ക് സെയിൽ ചെയ്തു. 100 റുപ്പീസിൻ്റെ സാധനമാണ് സെയിൽ ചെയ്തത്. 10 റുപ്പീസ് ടാക്സ് കളക്ട് ചെയ്തു. ഈ ഡീലറെ അടുത്തുനിന്ന് 10 റുപ്പീസ് ടാക്സ് കളക്ട് ചെയ്തു. പിന്നീട് ഈ ഡീലർ 2 കസ്റ്റമറിന് സെയിൽ ചെയ്തു എന്ന് കരുതാം. കസ്റ്റമർ സെയിൽ ചെയ്തു. അതൊരു 150 റുപ്പീസിനാണ് സെയിൽ ചെയ്തത്. ടാക്സ് കളക്ട് ചെയ്തത് ഒരു 20 റുപ്പീസ് ടാക്സ് കളക്ട് ചെയ്തു എന്ന് കരുതാം. 20 റുപ്പീസ് ടാക്സ് കളക്ട് ചെയ്തു. ഇവിടെ ഈ ഡീലർ അടുത്ത് നിന്ന് ഈ ഡീലറിലേക്ക് പോയത് 100 റുപ്പീസാണ്. ടാക്സ് കളക്ട് ചെയ്തത് 10 റുപ്പീസാണ്. അതായത് ടോട്ടൽ 110 റുപ്പീസിനാണ് ഇത്
ഈ ഡീലർ ഇയാൾക്ക് വിറ്റത്. ഇത് ഈ ഡീലർ ടു കസ്റ്റമറിന് സെയിൽ ചെയ്തത് 150 റുപ്പീസിനാണ്. ടാക്സ് അയാളുടെ നിന്ന് കളക്ട് ചെയ്തത് 20 റുപ്പീസാണ്. അതായത് 170 റുപ്പീസാണ് ടോട്ടൽ സെയിൽ ചെയ്തത്. ഈ ഡീലർ ടു കളക്ട് ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ് കസ്റ്റമർ അടുത്തുനിന്ന്. ഈ ഡീലർ ടു കൊടുത്ത ടാക്സ് എന്ന് പറയുന്നത്, ഈ ഇതേ പ്രൊഡക്റ്റിൽ കൊടുത്ത ടാക്സ് എന്ന് പറയുന്നത് 10 റുപ്പീസാണ്. അതായത് ഇവിടെ ഡീലർ ടുവിൻ്റെ മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ 10 റുപ്പീസ് അദ്ദേഹം ടാക്സ് ആൾറെഡി കൊടുത്തിട്ടുണ്ട്. ഈ 10 റുപ്പീസ് ടാക്സ് ഓൾറെഡി ഡീലർ വണ്ണിന് കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ഇതേ പ്രൊഡക്റ്റുമേൽ കളക്ട് ചെയ്ത ടാക്സ് എന്ന് പറയുന്നത് 20 റുപ്പീസാണ് ടാക്സ് ആയിട്ട് കളക്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, അതായത് ഈ ഡീലർ ടുവിൻ്റെ കയ്യിൽ ഗവൺമെൻറ്റിൻ്റെ പൈസ, ഗവൺമെൻറ് ടാക്സ് ആയിട്ടുള്ളത് 20ന്ന് 10 റുപ്പീസ് ഓൾറെഡി കൊടുത്തു. ബാലൻസ് ഉള്ള 10 ഉണ്ടാവും. ഈ 20 മൈനസ് 10 ബാലൻസ് ഉള്ള ക്യാഷ് ഉണ്ടാവും 10 റുപ്പീസ്. അത് അദ്ദേഹം എന്ത് ചെയ്യും, ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് ടാക്സ് എന്ത് ചെയ്യണം, സെറ്റിൽ ചെയ്യണം. ഗവൺമെൻറ്റിന് ആ ക്യാഷ് തിരിച്ച് കൊടുക്കണം. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. അദ്ദേഹം കൊടുത്ത ടാക്സ് കിട്ടിയ ടാക്സിൽ നിന്ന് മൈനസ് ചെയ്ത ശേഷം, അദ്ദേഹം ടാക്സ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ, കസ്റ്റമർ അടുത്ത് നിന്ന് 20 റുപ്പീസ് വാങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ഇത് ബാക്കിയുള്ള ബാലൻസ് ഉള്ള ടാക്സ് എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിന് ഡയറക്റ്റായിട്ട് കൊടുത്ത് ടാക്സ് സെറ്റിൽ ചെയ്യണം. അതായത് ഗവൺമെൻറ്റിൻ്റെ പൈസയാണ് ഈ എക്സ്ട്രാ വന്ന 10, അത് ഗവൺമെൻറ്റിന് തിരിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ടാക്സ് സെറ്റിൽ ചെയ്യണം. ഇവിടെ ഒരു പ്രോബ്ലം നോക്കുക. ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 64 പ്രോബ്ലമാണ്. പാസ് നെസസറി ജേണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ജോൺ ഓഫ് ചെന്നൈ. ചെന്നൈയിലുള്ള ഡീലറാണ്. അപ്പോൾ സംസ്ഥാനം, അതായത് സ്റ്റേറ്റ് നോക്കണം. പിന്നെ ടാക്സ് GST ചെയ്യുന്ന സമയത്ത് അസ്യൂമിങ് CGST 9% ആൻഡ് SGST 9%. ടോട്ടൽ 18% ആണ്. 9% സെൻട്രൽ ഗവൺമെൻറ്റിനും 9% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനുമാണ്. ജേണൽ എൻട്രി നോക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് 7 lakh ഫ്രം ബീഹാർ. സംസ്ഥാനം മാറിയിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് 4 lakh ടു കേരള. സ്റ്റേറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ IGST ആണ് വരിക. സോൾഡ് ഗുഡ്സ് വർത്ത് ₹8 lakh ഓൺ ക്രെഡിറ്റ് വിത്ത് സെയിം സ്റ്റേറ്റ്. അപ്പോൾ അവിടെയാണെങ്കിൽ CGST SGST വരും. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം ബോർഡ് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഓഫീസ് യൂസ് ₹1 lakh. ഇവിടെ ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ് 7 lakh ഫ്രം ബീഹാർ. പർച്ചേസ് എമൗണ്ട് ചെയ്ത ജേണൽ എൻട്രി 7 lakh ആണ്. ഇവിടെ പിന്നെ 7 lakhൻ്റെ 18% എത്രയും നോക്കുക. അതാണ് ഇൻപുട്ട് IGST അദ്ദേഹം കൊടുത്തത്. കാരണം സംസ്ഥാനം മാറിയിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഗുഡ്സ് പർച്ചേസ് ചെയ്തത് 1,26,000. ടോട്ടൽ അദ്ദേഹം ട്രാൻസ്ഫർ ചെയ്തത് 8,26,000 ഇൻക്ലൂഡിങ് ടാക്സ്. 7 lakh റുപ്പീസിൻ്റെ പർച്ചേസ് നടത്തി. അതിൽ പിന്നെ ടാക്സ് 1,26,000, ബാങ്ക് അക്കൗണ്ട് 8,26,000. ഇനി അടുത്തത് നോക്കുക. സോൾഡ് ഗുഡ്സ് ഫോർ 4 lakh ടു കേരള. 4 lakh എന്ത് ചെയ്തു, പിന്നെ കേരള സംസ്ഥാനം മാറിയിട്ട്, സ്റ്റേറ്റ് മാറിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം സെയിൽ ചെയ്തു 4 lakh ആണ്. ഇനി അദ്ദേഹം സംസ്ഥാനം മാറിയത് കാരണം ഈ 4 lakhൻ്റെ 18% 72,000 അത് ഔട്ട്പുട്ട് IGST ആണ്. ഇവിടെ ഇൻപുട്ട് IGST ഉണ്ട്, കൊടുത്ത IGST ഉണ്ട്. ഇത് കസ്റ്റമർ അടുത്ത് നിന്ന് വാങ്ങിയ IGST ആണ്. 4,72,000. ഇനി സോൾഡ് ഗുഡ്സ് വർത്ത് ₹8 lakh ഓൺ ക്രെഡിറ്റ് ഇൻ ദ സെയിം സ്റ്റേറ്റ്. ഒരേ സംസ്ഥാനത്ത് നിന്ന് തന്നെ അദ്ദേഹം സെയിൽ ചെയ്തു. അത് CGSTയും SGSTയും ആണ്, കാരണം സെയിം സ്റ്റേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ആദ്യം സെയിൽസ് എഴുതി 8 lakh എഴുതി. അതിൻ്റെ 8 lakhൻ്റെ 9% എത്ര നോക്കുക, 72,000. അത് ഔട്ട്പുട്ട് CGST ആണ്. അതേപോലെ ഔട്ട്പുട്ട് SGST. കാരണം ഔട്ട്പുട്ട് എന്ന് പറയുന്ന സമയത്ത്
സാധനം സെയിൽ ചെയ്യാൻ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുകയാണെങ്കിൽ പിന്നെ പിന്നെ ഔട്ട്പുട്ട് എന്ന് പറയും. ടാക്സ് കളക്ട് ചെയ്യുന്നതിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. നിങ്ങൾ കൊടുക്കുന്ന ടാക്സ് ആണെങ്കിൽ ഇൻപുട്ട് എന്ന് പറയും. അവിടെ ഇൻഷുറൻസ് പ്രീമിയം നോക്കുക. പെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം 60,000 കൊടുക്കുന്നതായത് കൊണ്ട്, ടാക്സ് കൊടുക്കുന്നതിന് ആയതുകൊണ്ട് ഈ 60,000 ഇൻറ്റു 0.9%, 5,400. അതുപോലെ ബാങ്ക് ഇത് രണ്ടും ആഡ് ചെയ്യുക. എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, മൂന്നും കൂടി ആഡ് ചെയ്തിട്ടാണ് ബാങ്കിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുക. ലാസ്റ്റ് വൺ, ബോട്ട് കമ്പ്യൂട്ടേഴ്സ് ഫോർ ഓഫീസ് യൂസ് 1 lakh. കമ്പ്യൂട്ടേഴ്സ് നോക്കുക. കമ്പ്യൂട്ടേഴ്സ് നിങ്ങൾ പിന്നെ പർച്ചേസ് ചെയ്താണ് 1 lakh. അതുകൊണ്ട് തന്നെ അത് ഇൻപുട്ടാണ്. ഇൻപുട്ട് CGST 9,000. ഇൻപുട്ട് SGST കൊടുത്തത്. ഇത് 1 lakhൻ്റെ 9% ആണ് ഈ കാണുന്നത്. ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തത് 1,18,000. ഇനി എല്ലാ ട്രാൻസാക്ഷനും നിങ്ങൾ പിന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് സെറ്റിൽമെൻ്റ് ആണ്. അതായത് നിങ്ങൾ കളക്ട് ചെയ്ത ടാക്സും കൊടുത്ത ടാക്സും ഒക്കെ കംപ്ലീറ്റ് എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യണം. നിങ്ങൾ പിന്നെ അധികം എക്സ്ട്രാ ഉണ്ടെങ്കിൽ, ടാക്സ് കളക്ട് ചെയ്തത് അധികം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഗവൺമെൻറ്റിന് കൊടുക്കണം. അതാണ് ഈ സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾ ഹെഡിങ് എഴുതും, അങ്ങനെ CGST, SGST, IGST എന്ന് ഹെഡിങ് എഴുതുക. അപ്പോൾ നിങ്ങൾ പിന്നെ കളക്ട് ചെയ്തത്, അതായത് നിങ്ങൾ കസ്റ്റമർ അടുത്ത് നിന്ന് കളക്ട് ചെയ്ത IGST, CGST ഒക്കെ എത്രയെന്ന് നോക്കുക. ഇവിടെ നിങ്ങൾ പിന്നെ ഇൻപുട്ടായിട്ട് ജേണൽ എൻട്രി എഴുതി കഴിഞ്ഞ ശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് CGST, SGST, IGST ഈ 3 ടാക്സും നിങ്ങൾ കളക്ട് ചെയ്തതും നിങ്ങൾ കൊടുത്ത ടാക്സും ഉണ്ടായിരിക്കും. അപ്പം നിങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കൊടുത്തത് പിന്നെ കുറവാണെങ്കിൽ ബാക്കിയുള്ളത് നിങ്ങൾ ഗവൺമെൻറ്റിന് കൊടുക്കണം. അതല്ല നിങ്ങൾ പിന്നെ നിങ്ങൾ കൊടുത്ത ടാക്സ് കൂടുതലും പിന്നെ നിങ്ങൾക്ക് കിട്ടിയ ടാക്സ് കുറവാണെങ്കിൽ ഗവൺമെൻറ് തിരിച്ചിങ്ങോട്ടും തരും. ഇതിനാണ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ടാക്സ് എന്തായാലും കംപ്ലീറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലെത്തണം. നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ എത്തണം. നിങ്ങൾ കൂടുതൽ ടാക്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ് തിരിച്ച് തരുകയും ചെയ്യും. അപ്പോൾ ഇത് എത്രയാണ് എന്നത് കാൽക്കുലേഷൻ ചെയ്യാനാണ് ഇവിടെ ചെറിയൊരു ടേബിൾ കൊടുത്തത്. CGST, SGST, IGST. ഔട്ട്പുട്ട് ലയബിലിറ്റി നോക്കുക. അതായത് നിങ്ങൾ പിന്നെ ഒരു സാധനം സെയിൽ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടിയ ടാക്സാണ് ഈ കാണുന്നത്. കിട്ടിയ ടാക്സാണ്. അതിൽ ഇവിടെ സെയിൽ നടക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് IGST ആയിട്ട് നിങ്ങൾക്ക് കിട്ടിയത് 72,000 ആണ്. അതിവിടെ എഴുതുക, കിട്ടിയത് ഇവിടെ എഴുതുക. അതേപോലെ സെയിൽ ചെയ്ത സമയത്ത് 72,000 നിങ്ങൾക്ക് CGSTയും SGSTയും കിട്ടി, അതും ഇവിടെ എഴുതുക. എന്നതിന് ശേഷം അതിൽ നിന്ന് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സെയിൽ ചെയ്ത സമയത്ത് കിട്ടിയ ടാക്സിൽ നിന്ന് കൊടുത്ത ടാക്സ് കഴിക്കുക. ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുക്കണം. കുറവാണെങ്കിൽ ഗവൺമെൻറ് തിരിച്ചിങ്ങോട്ടും തരും. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത സമയത്ത് CGST എന്ന് പറയുന്നത് ഇവിടെ ഇൻപുട്ടായിട്ട് കൊടുത്തത് CGST 5,400ഉം 9,000ഉം 14,400 നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ SGST ആയിട്ട് കൊടുത്തത് പിന്നെ നിങ്ങൾ ഇൻപുട്ട് നോക്കിയാൽ മതി. ഇവിടെ ഇൻപുട്ട് 5,400ഉം 9,000ഉം 14,400. അതുപോലെ IGST ആയിട്ട് കൊടുത്തത് ഇതാ നിങ്ങൾ 1,26,000 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 1,26,000 നിന്ന് ഇവിടെ പിന്നെ 72,000 ഇവിടെ തന്നെ സെറ്റിൽ ചെയ്യുക. നിങ്ങൾ കളക്ട് ചെയ്ത IGSTയിൽ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്ത IGST 72,000 ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പിന്നെ അത് 72,000 ആണ്. 72,000 ഇവിടെ ചെയ്താൽ പിന്നെയും 1,26,000 ടോട്ടൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് നിങ്ങളിതാ ഈ CGSTയിൽ കൊടുക്കുക. എന്നിട്ട് മൈനസ് ചെയ്താൽ 3,600, 57,600. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിറ്റുവേഷൻ വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കളക്ട് ചെയ്ത എമൗണ്ടാണ്. ഇത് നിങ്ങൾ കൊടുത്തതും ടാക്സ് ആയിട്ട് കൊടുത്തതും. എന്നിട്ട് ബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് സെറ്റിൽ ചെയ്യണം. അതാണ് ഈ ജേണൽ എൻട്രി വരുന്നത്.
3600, 57,600 ഇത് രണ്ടും ഗവൺമെൻറ്റിന് കൊടുക്കുന്നതാണ് ഈ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഇതൊക്കെ സെറ്റിൽ ചെയ്യുന്ന ജേണൽ എൻട്രീസാണ് ഇവിടെ വരുന്നത്. ഈ കാണുന്ന ജേണൽ എൻട്രീസൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ സെറ്റിൽ ചെയ്യുന്നതാണ്. ഇതിൻ്റെ ജേണൽ എൻട്രിയാണ് ഇത് വരുന്നത്, ഔട്ട്പുട്ട് IGST, ഇൻപുട്ട് GST എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ SGSTൻ്റെ ഇതാണ് സെറ്റിൽ ചെയ്യുന്നതാണ് ഇത് വരുന്നത്. അതേപോലെ CGSTൻ്റെ ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് സെറ്റിൽ ചെയ്യുന്നതാണ് ഈ ജേണൽ എൻട്രിയാണ് ഇത്, ഈ ജേണൽ എൻട്രി ഇത്, അതേപോലെ ഈ ജേണൽ എൻട്രിയാണ് ഇവിടെ വരുന്നത്. ബാക്കിയുള്ള സെറ്റിൽ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ് ഇത് വരുന്നത്.